അമൃത ടി വിയുടെ ദി വൈറ്റ് പരിപാടിയിലേക്ക് ഡോക്ടർ ബാബു പോളിന് സ്വാഗതം. കേരളീയർക്ക് സുപരിചിതനായ വ്യക്തി, ഉദ്യോഗസ്ഥ മേധാവി, എഴുത്തുകാരൻ, പ്രഭാഷകൻ, അങ്ങനെ വ്യത്യസ്ത മുഖങ്ങളുള്ള അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ ബാബു പോൾ, താങ്കളിപ്പോൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൻ്റെ സന്ധ്യയും രാത്രിയൊക്കെ വരുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ദൗത്യം ഇനി നിർവഹിക്കാനുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ദീർഘകാലാടിസ്ഥാനത്തിൽ ഉള്ള ചിത്രം വളരെ വ്യക്തമല്ല. അതൊന്ന് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ അതാത് ദിവസത്തെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ പറഞ്ഞത്. ഇപ്പം എൻ്റെ മനസ്സിലാകെ ഉള്ളത്, ഞാൻ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സർവീസ് സ്റ്റോറിയുടെ അവസാനത്തെ 8-9 അധ്യായങ്ങൾ എഴുതി തീരാനുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റെടുത്ത ജോലികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ കോളങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എഴുതണം. അവസാനം എഴുതി കൊടുക്കുന്ന കോളം ഒരു കറുത്ത ബോർഡർ അടിച്ച് അവർ പബ്ലിഷ് ചെയ്യുന്നേ ഉള്ളൂ. അത് കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതും പ്രസക്തമല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ എന്താ പ്രസക്തി? എന്നാൽ ആയുസ് നീട്ടി കിട്ടിയാൽ, ആരോഗ്യമൊക്കെ ഉണ്ടായാൽ 2 കൃതികൾ കൂടെ എൻ്റെ മനസ്സിലുണ്ട്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലത്തിനിടയിൽ ഞാൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ള അന്വേഷണം കൃത്യമായി തുടങ്ങിയത് എന്നാണ്? അത് നിർവചിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. കൃത്യമായി എന്നാണ് അന്വേഷണം തുടങ്ങിയത് എന്നുള്ളത്. ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ള, ദാർശനിക വിഷയങ്ങളിൽ കൗതുകമുള്ള ഒരന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അപ്പോൾ അതുകൊണ്ട് ആധ്യാത്മികതയോട് പൊതുവേ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എവിടേക്ക് പോകുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോകേണ്ടത് സ്വർഗത്തിലേക്കാണ് എന്നൊരു ധാരണ എൻ്റെ മനസ്സിൽ ബാല്യത്തിൽ തന്നെ കിട്ടി. അതിനുള്ള ഉപാധികളാണ് പ്രാർത്ഥന, ഉപവാസം എന്നൊക്കെയുള്ളൊരു അറിവോടു കൂടിയാണ് ഓർമ്മ വച്ച കാലം മുതൽ വളർന്നത്. എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ള കൃത്യമായ ഒരു നിർവചനത്തിന് ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത് കാറ്റിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, അത് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ആയിരിക്കുമ്പോൾ എന്നെ ഇവിടെ ആക്കിയ ഈശ്വരനോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത്. ഏറെ ഈശ്വര വിശ്വാസമുള്ളൊരു വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവം നിങ്ങളെ കൈവിട്ടുവെന്ന് ബാബു പോളിന് തോന്നിയിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നിയേക്കാമെങ്കിലും തോന്നിയിട്ടില്ല. തോന്നാതിരുന്നത് ബാല്യകാലം മുതൽ അച്ഛനിൽ നിന്ന് കിട്ടിയ അറിവും അമ്മയിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്തും അമ്മയുടെ അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ച ഈശ്വരഭക്തിയും സമർപ്പണ ബോധവും ഒക്കെ കൊണ്ടായിരിക്കും. ദൈവം എന്നെ കൈവിട്ടുമെന്ന് തോന്നിയിട്ടില്ല എന്ന് പറയാൻ കാരണം, എനിക്ക് ഇംഗ്ലീഷിന് 100-ൽ 85 മാർക്ക് കിട്ടുമ്പോൾ അത് എൻ്റെ മിടുക്കാണെന്നും, എനിക്ക് ഹിന്ദിക്ക് 100-ൽ 45 മാർക്കായി കുറയുമ്പോൾ അത് ദൈവം എനിക്ക് പാര വെച്ചതാണ് എന്നും പറയുന്നത് യുക്തിയല്ല എന്നൊരു ബോധം എനിക്കുള്ളതുകൊണ്ടാണ്. ഈ ജീവിതത്തിൽ നമുക്ക് നല്ല അനുഭവങ്ങൾ, ചീത്ത അനുഭവങ്ങൾ എന്നുള്ളതിനെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ലത് എന്ന് ഇന്ന് നാം കരുതുന്ന പല സംഗതികളും നല്ലതാവണമെന്നില്ല. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും ഈശ്വരൻ കേട്ടിരുന്നെങ്കിൽ നമ്മൾ കുപ്പിയിലായേനെ. 10 വർഷം കഴിയുമ്പോഴാണ് അന്നൊരു മണ്ടത്തരമാണല്ലോ പ്രാർത്ഥിച്ച് വിട്ടത്, അന്നത് നടക്കാതെ പോയത് എത്ര നന്നായി എന്ന് നമുക്ക് തോന്നുന്നത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുന്നതിന് അചഞ്ചലമായ ഈശ്വര വിശ്വാസം കൊണ്ട് കഴിയും എന്ന് അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളതിനൊക്കെ ഞാൻ അങ്ങനെയാണ് തരണം ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രകടമായി എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം പ്രതിസന്ധിയാണ് എന്ന് ഞാൻ ആ കാലത്ത് കരുതിയത് പ്രതിസന്ധി അല്ല എന്ന് തന്നെ പിന്നീട് മനസ്സിലാക്കിയതുപോലെ
ഒന്ന് 1989 കോഴിക്കോട് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളും ബാബു പോൾ ചെയ്ത വോട്ടും തമ്മിൽ ചേരാതെ വന്നപ്പോൾ എന്നെ പെട്ടെന്നൊരു ദിവസം ആഫീസ് നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പിറ്റേ ആഴ്ച പോസ്റ്റിക്ക് തന്നു. ഒരാഴ്ച കൂടുതൽ പുറത്ത് വെക്കേണ്ടി വന്നില്ല. അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പതിവായി പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഞാൻ പിന്നെ വിളക്കും മെഴുകുതിരിയൊക്കെ, എനിക്ക് വിളക്ക്, മെഴുകുതിരി, ചന്ദനത്തിരി ഇത് മൂന്നും കത്തിച്ചിട്ടാണ് എൻ്റെ ഈ പ്രയോഗങ്ങളൊക്കെ. ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല, പക്ഷേ അവിടത്തേക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. പോസ്റ്റിംഗ് അധികം താമസിക്കാതിരുന്നാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ അത് കൈകാര്യം ചെയ്യാൻ അന്ന് സാധിച്ചു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നു. അതുപോലെ അത്ഭുതകരമായി ഈശ്വരൻ നടത്തിയ വേറെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ. അല്ല, ഒരു ഉദാഹരണം, വേദശബ്ദ രത്നാകരം എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഒരു വൈദികനാക്കണമെന്നായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം. അച്ഛനും അമ്മയ്ക്കും 12 വർഷം കുട്ടികളില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്. ഒരു നേർച്ചയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ വൈദികനായിരുന്നു എങ്കിലും അച്ഛനാണ് പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ തീരുമാനിക്കേണ്ട, പഠിത്തമൊക്കെ കഴിയട്ടെ. അങ്ങനെ അങ്ങ് തെറ്റിപ്പോയി. പക്ഷേ ഈ വേദശബ്ദ രത്നാകരം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ സ്വീകരണമാണ് എനിക്ക് ബോധ്യമുണ്ടാക്കിയത് എന്തുകൊണ്ടാണ് എന്നെ കുപ്പായം ഇടിക്കാതിരുന്നത്. കാരണം ഞാനൊരു വൈദികനോ ഒരുപക്ഷെ ബിഷപ്പോ ആയിരുന്ന് ഇതുപോലൊരു പുസ്തകം എഴുതിയാൽ, ഒന്നാമത് റിലീജിയസ് പ്ലൂറലിസത്തിൽ ഇന്നുള്ള എൻ്റെ നിലപാട് ഇപ്പോൾ പറയുന്നത് പോലെ അത്രയും ഉറക്കെ ഒരു ബിഷപ്പിന് പറയാൻ സാധിച്ചു എന്ന് വരില്ല. പറയുന്ന ബിഷപ്പന്മാരുണ്ട്, അവർ ചീത്തയും കേൾക്കുന്നുണ്ട്. 2, ഈ പുസ്തകത്തിന് റീച്ച് കിട്ടുമായിരുന്നില്ല. ഒരുപാട് ആളുകൾ, ഇപ്പോൾ സാഹിത്യ വിദ്യാർത്ഥികളാണ് ആ പുസ്തകം കൂടുതൽ വാങ്ങിക്കുന്നത്. കാരണം ഇപ്പോൾ ബ്ലേക്കിൻ്റെ കവിത വായിക്കണമെങ്കിൽ ബൈബിളിലെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. അതിലിപ്പോൾ തൽക്കാലം മലയാളത്തിലുള്ള ഈശ്വരൻ അനുവദിച്ച് ഏറ്റവും നല്ല പുസ്തകം എൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഈ 2 കാര്യങ്ങൾ കൊണ്ടും, അതിൻ്റെ കണ്ടൻറ്റ് നിശ്ചയിക്കാനും അതിൻ്റെ റീച്ച് നിശ്ചയിക്കാനും ഞാനൊരു സെക്യുലർ ലൈഫിൽ തുടരേണ്ടത് ആവശ്യമാണ് എന്ന് ഈശ്വരൻ്റെ നിയോഗമായിരുന്നു എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായത് വേദശബ്ദ രത്നാകരം എഴുതിയപ്പോൾ മാത്രമല്ല, എഴുതി കഴിഞ്ഞ് അതിന് കിട്ടിയ റിസപ്ഷൻ പ്രധാനമായി സാഹിത്യ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നായിരുന്നു എന്ന് കണ്ടപ്പോഴാണ്. കാരണം അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഈ പൂച്ചയ്ക്ക് ഞങ്ങൾ പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യം എന്നുള്ള മട്ടിലാണ് ആദ്യം. ഇത് ഇംപ്രിമാത്തൂറും നിഹിൽ ഒബ്സാത്തും ഒന്നും ഇല്ലാത്തൊരു പുസ്തകമാണ്. പക്ഷേ സാഹിത്യ വിദ്യാർത്ഥികളാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയത്.